കൊടുത്തവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തവർക്ക് അതിന് മുകളിലുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് 26-ാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഇത്. അതായത് പൊളിറ്റിക്കൽ മർഡർ ഇനി നടക്കരുത് എന്നുള്ളതിനുള്ള ഒരു ഇതാണ്. അതായത് ജീവപര്യന്തം ശിക്ഷിച്ചിരുന്ന ആളുകൾക്ക് ശിക്ഷ കൂട്ടാനായിട്ട് 26-ാം തീയതി ഹൈക്കോടതിയിൽ പ്രതികളെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, എല്ലാ പ്രതികളെയും ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ അപ്പീലുണ്ടായിരുന്നു, വിക്ടിം അപ്പീലും ഉണ്ടായിരുന്നു, രമയുടെ അപ്പീലും ഉണ്ടായിരുന്നു. അതിനകത്ത് ശിക്ഷയെക്കുറിച്ചുള്ള വാദം അവരുടെ ഭാഗം കേൾക്കാനും ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂഷനെ കേൾക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ജയിലിൽ നിന്നും റിപ്പോർട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സബ്സിക്വന്റ് കോണ്ടാക്ട് എങ്ങനെയായിരുന്നു എന്നറിയാൻ, പിന്നെ സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തിയിട്ട് അതിന്റെ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വിശദമായിട്ട് പരിശോധിക്കും. അത് കേൾക്കാൻ വേണ്ടി 26-ാം തീയതിക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് എസ് രാജീവ്. വളരെ 4.5 മാസം വളരെ ശക്തമായിട്ട്, അതായത് ഏതാണ്ട് 18 മണിക്കൂറോളം ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ കേസിന്. ഒരു പൊളിറ്റിക്കൽ മർഡർ ആകുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സാക്ഷികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. എല്ലാവരും പേടിപ്പിക്കും. 56 സാർ പറഞ്ഞാൽ മതി. 56 വളരെ ഗൗരവമായി തന്നെ ഹൈക്കോടതി ഈ കേസിലെ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഇത്രയധികം നീണ്ടുനിന്ന ഒരു അപ്പീൽ വാദം ഈ കോടതിയിൽ നേരത്തെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും അത്രത്തോളം വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയതായിട്ടുള്ളത് പോലും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും വാദിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കോടതി ഇറങ്ങിച്ചെന്നിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ അഭിപ്രായം. ഒരുപാട് സാക്ഷികൾ ഈ കേസിൽ കൂറുമാറിപ്പോയിട്ടുണ്ട്. പ്രോസിക്യൂഷനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നതിന് അത്യാവശ്യമായി തെളിവ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സാക്ഷികൾ, അത് മാത്രമല്ല മൊഴി കൊടുക്കുക മാത്രമല്ല, മജിസ്ട്രേറ്റിന് മുമ്പാകെ ചെന്ന് മൊഴി കൊടുക്കുക പോലും ചെയ്തിട്ടുള്ള സാക്ഷികൾ, അവർ പോലും കോടതിയിൽ വന്ന് മൊഴി കൊടുത്തതെല്ലാം ശരിയാണ്, മജിസ്ട്രേറ്റ് വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചാണ് മൊഴി റെക്കോർഡ് ചെയ്തത്, ഞാൻ എഴുതിയത് വായിച്ചു നോക്കി ഒപ്പിട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞത് കളവാണ്, ഇപ്പോൾ പറയുന്നതാണ് ശരി, എന്നെ പോലീസ് പീഡിപ്പിച്ചിട്ടാണ് ഞാനത് എഴുതി. ആ തരത്തിലുള്ള ഒരു കൂറുമാറ്റം, അത്ഭുതകരമായിട്ടുള്ള കൂറുമാറ്റം നടന്ന് 19 സാക്ഷികൾ കൂറുമാറിയിട്ടുള്ളൊരു കേസായിരുന്നു. ആ കേസിൽ ഉള്ള തെളിവുകൾ മതിയായ തെളിവ് തന്നെയാണ്. അത് വെച്ച് പരിശോധിച്ച് കീഴ്ക്കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കീഴ്ക്കോടതി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയിട്ടാണ് താഴെയുള്ള കോടതിയിൽ നിന്നുള്ള വിധിയിൽ ചില ആളുകളെ വിട്ടയച്ചിട്ടുള്ളത്. അതിലൊന്ന് ഈ വിട്ടയച്ചതിനെതിരായിട്ട് പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുത്തിരുന്നു. വിട്ടയച്ചിട്ടുള്ള എല്ലാ പ്രതികളെയും ശിക്ഷിക്കണമെന്ന് തന്നെയാണ് അപ്പീലിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, പ്രോസിക്യൂഷൻ അനുകൂലമായി കിട്ടിയിട്ടുള്ളത്, വിട്ടയക്കപ്പെട്ടുള്ള KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെ, അവർ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളാണ്. ആ 2 പേർ മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ ഇത്രത്തോളം ഗൗരവമുള്ള തെളിവല്ല, അത് പ്രോസിക്യൂഷന് പറയാവുന്നതാണ്. ഇവർക്കെതിരായിട്ടുള്ള തെളിവിന്റെ അത്രയും കാഠിന്യമുള്ളതല്ല. എന്നാൽ പോലും അതിന്റെ പിന്നെ അവരെയും കുറ്റക്കാരാണെന്ന് കാണേണ്ടതാണെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രോസിക്യൂഷന്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഇനിയും ഈ പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുകളിലേക്കുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച് ഞങ്ങൾ ഇനിയും കേസ് അതിലെ പ്രധാനപ്പെട്ട ഒരു കോടതിയുടെ ഇത് നടന്നുകൊണ്ടേയിരിക്കും. വക്കീല് പറയുന്നത് അല്ല, തീർച്ചയായിട്ടും CPM തന്നെയാണ് ഇതിനകത്ത് പ്രതി എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഞങ്ങളത് നേരത്തെ പറഞ്ഞ ഇപ്പം KK കൃഷ്ണൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ് CPMന്റെ. ആ സമയത്ത് അവരും കൂടി ഈ പ്രതിയായിട്ട് വരുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് CPMന്റെ നേതൃത്വത്തിന്റെ പങ്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല, വലിയ സാമ്പത്തിക സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഈ കേസിലുണ്ടായിരുന്നു. ഈ 5 മാസവും കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഭാസ്കരൻ മാഷ് ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഈ കേസ് മേൽനോട്ടം വയ്ക്കുകയായിരുന്നു. എല്ലാ ദിവസവും കോടതിയിലുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയാണ് കേസ് നടത്തിയത്. ഈ കൊലയാളികൾക്ക് വേണ്ടിയുള്ള കേസ് പോലും പാർട്ടിയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ടിയുടെ പങ്ക്, CPMന്റെ പങ്കാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ കോടതി തെളിയിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു നീതിയാണ്. ഇനി ഇതുപോലെയുള്ള ഒരു കൊല നടക്കരുത് നമ്മുടെ നാട്ടിൽ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മനുഷ്യനെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് അവസാനിക്കണം. അതിനുകൂടിയുള്ള താക്കീതാണ് ഈ കോടതി വിധി. ഇത് ശക്തമായിട്ടാണ്. കാരണം ഇത് ഇങ്ങനെ വിധി ഉണ്ടാവണം, ഇങ്ങനെ നീതി നടപ്പാക്കപ്പെടണം നമ്മുടെ നാട്ടിൽ. അത് കോടതി അത് കണ്ടു എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയോട്
തീർച്ചയായിട്ടും ആദരവുണ്ട് ആ ഒരു വീതി. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നിന്ന് എല്ലാ കാലത്തും ഇതിനകത്ത് ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരോടുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവരും പൊതുസമൂഹം, കേരള പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു, ഈ കേസിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ ഓരോ ആളുകളും ഇതിനകത്ത് വലിയ പങ്കാണ് വഹിച്ചത്. കാരണം അതൊക്കെ ഒരു നീതി ജയിക്കണം, സത്യം ജയിക്കണം എന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇനി ഇത് ആവർത്തിക്കപ്പെടരുത് എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് നിന്നത്. അപ്പം എല്ലാ മാധ്യമങ്ങളോടും എല്ലാവരോടും ഉള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതിൽ തെളിവ് പരിശോധിച്ച കൂട്ടത്തിൽ പ്രോസിക്യൂഷന് അല്പം ഒരു റിസർവേഷൻ ഉള്ള ഒരു കാര്യം, 14-ാം പ്രതി പി മോഹനെതിരായിട്ടുള്ള തെളിവിൽ കീഴ്ക്കോടതി തെളിവ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിട്ടയച്ചിട്ടുള്ളത്. എന്നാൽ ആ തെളിവ് സ്വീകാര്യമാക്കുന്ന തരത്തിലുള്ള വാദങ്ങളെല്ലാം നടത്തിയിരുന്നു, നേരിട്ടുള്ള തെളിവില്ലെങ്കിൽ പോലും. അതും കൂടി കോടതി പരിഗണിക്കേണ്ടതായിരുന്നു ശക്തമായി എന്നുള്ള അഭിപ്രായമുണ്ട്. അത് ജഡ്ജ്മെൻറ്റ് കൂടി നോക്കിയതിന് ശേഷം ഇനിയും ശിക്ഷ നൽകിയിട്ടില്ലാത്ത, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത പ്രതികൾക്കെതിരായിട്ട് തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കും. ഇതിലൂടെ അവസാനിക്കില്ല എന്നുള്ളതാണ് ശരി. ഒറ്റ കാര്യം കൂടി, 1 മുതൽ 7 വരെ പ്രതികൾ വാടകയ്ക്കെടുത്ത കൊലയാളികളാണെന്നുള്ളത് മനസ്സിലാക്കണം. അവർക്ക് ആർക്കും തന്നെ ചന്ദ്രശേഖരനോട് ഒരു വിരോധവുമില്ല വ്യക്തിപരമായിട്ട്. അവരാരും തന്നെ CPM-കാരാണെന്നുള്ളത് അവർ ഡിഫൻസ് കേസിന് വേണ്ടി പോലും അവർ പറഞ്ഞിട്ടുമില്ല. പിന്നെ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയുള്ള കരാറെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു. 2009 അതുകൊണ്ടാണ് അതിന് ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നോക്കൂ, ഗൂഢാലോചന കേസിൽ ഇത്രയധികം ആളുകളെ ശിക്ഷിച്ചിട്ടുള്ള മറ്റൊരു കേസുണ്ടായിട്ടുണ്ടാവില്ല. 8-ാം പ്രതി രാമചന്ദ്രൻ ആ ഗൂഢാലോചനയുടെ നേതൃത്വം കൊടുത്ത ആളാണ്. 9-ാം പ്രതി മരിച്ചുപോയി അശോകൻ. 10-ാം പ്രതി വിട്ടയക്കപ്പെട്ട കൃഷ്ണൻ. ആ കൃഷ്ണൻ കുറ്റക്കാരനാണെന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശരിയായ രീതിയിലുള്ള ഒരു 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 നിഗമനമാണത്. അദ്ദേഹമാണ് ചന്ദ്രശേഖര നിന്റെ തലച്ചോറ് റോട്ടിൽ തെങ്ങിൻ പൂക്കുല പോലെ ചെതറുന്നത് കാണിച്ചു തരാമെന്ന് പ്രസംഗിച്ചിട്ടുള്ള വ്യക്തി. ആ തെങ്ങിൻ പൂക്കുല പോലെ തന്നെ നടുറോട്ടിൽ മണ്ണിൽ ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് ചെതറിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യം കോടതി കണ്ടിരിക്കണം. അതുകൊണ്ടായിരിക്കണം കൃഷ്ണനെ ശിക്ഷിച്ച്. ഈ ഗൂഢാലോചനയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകി പോന്നിട്ടുള്ള, ആസൂത്രണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ജ്യോതിബാബു. ഇതെല്ലാം കേസ് റെക്കോർഡിൽ നിന്നുള്ളതാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല. ആ ജ്യോതിബാബുവും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി ജ്യോതിബാബുവിനെയും ശിക്ഷിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇത്രയധികം പ്രതികളെ ഗൂഢാലോചനയുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കുഞ്ഞനന്ദൻ അദ്ദേഹം മരിച്ചുപോയി, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹം മരിച്ചിട്ടുണ്ട്, കുഞ്ഞനന്ദനും. അപ്പോൾ 8-ാം പ്രതി 10, 11, 12, 13 ഇത്രയും പ്രതികളിപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നല്ല വിധിയാണ്. ഇനി വിധിയുടെ വിശദാംശങ്ങൾ നോക്കി ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഈ ഗൂഢാലോചനയുടെ കാര്യം പറയുന്ന നേരത്ത് 2009 മുതൽക്ക് ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചന പലയിടത്തും നടന്നിരുന്നു എന്നുള്ളത് രേഖാമൂലം ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് 2012 മെയ് 4-ാം തീയതി ആണെങ്കിൽ പോലും അതിനു മുമ്പുള്ള 3-4 വർഷക്കാലം ഇവിടുത്തെ പോലീസ് നൽകിയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അത് സ്വയം സംസാരിക്കുന്ന രേഖകളാണ്. ആ രേഖകൾ 6 എണ്ണം വിചാരണ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ രേഖകളൊക്കെ തന്നെ ഈ കോടതി വേണ്ടും വിധം പരിഗണിച്ചു എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എന്തായാലും ആ തരത്തിൽ വിപുലമായ ഗൂഢാലോചന നടത്തി. ഇനിയും ഞാൻ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ പോലും ഒരു കാര്യം കൂടി പറയാം. അതിൻ്റെ പോലീസ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ അവസാനത്തെ ഒരു വാചകം ഇന്നും പൂർത്തീകരിക്കപ്പെടാത്തൊരു ദൗത്യമായി നിലനിൽക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് അപ്പുറത്ത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതാണെന്നും അന്വേഷണം നടത്തിയിട്ട് മുറയ്ക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നതാണെന്നും പോലീസ് അന്നത്തെ ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 12 വർഷമായിട്ടും അതിൻ്റെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നതാണ് ഈ പുതിയ കാലാവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു. ശക്തമായ പ്രോസിക്യൂഷൻ ആയിരുന്നു. ഞങ്ങളെ 3 വക്കീൽമാർ, അഡ്വക്കേറ്റ് കുമാരൻകുട്ടി, അഡ്വക്കേറ്റ് രാജീവ്, അഡ്വക്കേറ്റ് സഫൽ, വളരെ ശക്തമായ കഠിനമായ പരിശ്രമമാണ് ഈ 4 മാസവും നടത്തിയത്. അതിൻ്റെ കൂടി വിജയമാണ്. തീർച്ചയായിട്ടും അവർക്ക് കൂടെയുള്ള നന്ദി കൂടെ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ള പ്രതികളെ അവരെ
അതിന്റെ ശിക്ഷയെ പറ്റി കേൾക്കണം. അതിനും ശിക്ഷ പോരാ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള അപ്പീലില് ശിക്ഷ കൂട്ടാതിരിക്കാൻ കാരണമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചു ഈ രണ്ടിനെ പറ്റിയുള്ള വാദം കേൾക്കാൻ വേണ്ടി എല്ലാ പ്രതികളോടും ഹാജരാവാനും അവരെ ഹാജരാവുന്ന പ്രതിയിൽ എല്ലാവരും ഇതിൽ രണ്ടുപേരെ പുറത്തുള്ളൂ, അവർ ഹാജരാവുകയും ബാക്കിയുള്ളവരെ ഹാജരാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഉത്തരവ്. എല്ലാവർക്കും ഒരു ഇൻഫ്ലുവൻസിന്റെ മുകളിലും നീതിന്യായ വ്യവസ്ഥയെ തകർക്കാൻ പറ്റില്ല എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്. എന്തൊക്കെ വിചാരിച്ചാലും ഒരു പാർട്ടി, കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു പാർട്ടി, അതിനകത്തുള്ള സാക്ഷികൾ പറയാൻ പേടിപ്പിച്ചു, സാക്ഷികളെ കിട്ടിയില്ല, ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. എന്നാലും സത്യം ജയിക്കുമെന്നുള്ളതിനുള്ളൊരു ഇതാണ്. അതുകൂടാതെ ഇതിനകത്ത് ഇനി മീഡിയ പോലും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അന്വേഷിക്കാതിരിക്കുന്ന ഈ ലാർജർ കോൺസ്പിറസിയെ പറ്റി അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിച്ച് അത് പുറത്തു കൊണ്ടുവന്നാലേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് രമ ഫൈറ്റ് ചെയ്തത്. രമ പറയുകയാണെങ്കിൽ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വരെ ചിത്രീകരിക്കപ്പെട്ടിരുന്നു ഈ കേസ് ഫൈറ്റ് ചെയ്തതിന്. അതിൻ്റെ മറുപടിയാണ് ഇന്ന് കിട്ടിയത്. അവർ ഇന്നിപ്പോൾ കേരളത്തിലൊരു ലെജിസ്ലേറ്റീവ് മെമ്പർ കൂടിയാണ്. ഇതുപോലുള്ള സംഗതികൾ നടക്കാതിരിക്കാൻ വേണ്ടി നിയമസഭയിൽ ഘോരഘോരം ബാധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആളുമുണ്ട്. അതാണ് ഈ കേസിൻ്റെ ഇമ്പോർട്ടൻസ്. സാധാരണ ആളുകൾ തളർന്നു പോകും. അതായത് അത്ര വലിയൊരു പേഴ്സണാലിറ്റി ആയിരുന്നു ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പട്ടാപ്പകൽ വെട്ടിക്കൊന്നു കളയുമ്പോൾ ആ ഫാമിലിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഇത്ര ശക്തമായിട്ട് പൊരുതിയതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കോടതിയിൽ നിന്ന് കിട്ടിയത്. അത് നിലനിൽക്കണം. എല്ലാവരും അത് കണ്ടു പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.